നമ്മെ ഏവരെയും മാനിച്ചുയർത്തുന്ന നല്ല ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 23-ാം അധ്യായം 23 മുതലുള്ള തിരുവചനങ്ങളിൽ കർത്താവ് ചോദിക്കുന്നു, സമീപസ്ഥനായിരിക്കുമ്പോൾ മാത്രമാണോ ഞാൻ നിങ്ങൾക്ക് ദൈവം? വിദൂരത്തിലായിരിക്കുമ്പോഴും ഞാൻ ദൈവമല്ലേ? എനിക്ക് കാണാൻ കഴിയാത്ത വിധം ആർക്കെങ്കിലും രഹസ്യ സങ്കേതങ്ങളിൽ ഒളിക്കുവാൻ സാധിക്കുമോ? സ്വർഗവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്നവനല്ലേ ഞാൻ? കർത്താവാണ് ഇത് ചോദിക്കുന്നത്. ക്രിസ്തുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ മഹത്വപൂർണമായ നാമത്തെ സ്തുതിക്കുവിൻ. വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് അവിടുത്തെ ആരാധിക്കുമ്പോൾ കർത്താവിനെ ആരാധിക്കുന്ന നിങ്ങൾക്ക് കർത്താവിന്റെ നന്മ കാണാമെന്ന് വിശ്വസിക്കുക. ഒരു നിശ്വാസം മാത്രമായ മനുഷ്യനെ ദൈവം മാനിക്കുന്നത് എപ്പോഴാണ്? അവൻ വിശുദ്ധിയോടും വിശ്വാസത്തോടും കൂടി ജീവിക്കുമ്പോൾ. മിഥ്യയുടെ മേൽ മനസ്സ് പതിക്കാത്തവനും കള്ളസത്യം ചെയ്യാത്തവനും കളങ്കമറ്റ കൈകളും നിർമ്മല ഹൃദയവും ഉള്ളവന്റെ മേൽ കർത്താവ് അനുഗ്രഹം ചൊരിയും. രക്ഷകനായ ദൈവം അവന് നീതി നടത്തി കൊടുക്കും. സ്നേഹമുള്ളവരെ, സ്വർഗവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്ന കർത്താവ് ചോദിക്കുന്നു, എനിക്ക് കാണാൻ കഴിയാത്ത വിധം ആർക്കെങ്കിലും രഹസ്യ സങ്കേതങ്ങളിൽ ഒളിക്കുവാൻ സാധിക്കുമോ? കർത്താവിന് മുമ്പിൽ എല്ലാം വ്യക്തമാണ്. നിന്റെ തെറ്റുകളെ തുളച്ചു നീക്കുന്ന ദൈവത്തെ നിന്റെ ജീവിതത്തിൽ, ഹൃദയത്തിൽ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്വീകരിക്കാമോ? നിന്റെ ഭയം നിന്നെ വിട്ടുമാറും, നിരാശ നിന്നെ വിട്ടുപോകും, നിനക്ക് സൗഖ്യം ലഭിക്കും. ദുഷ്ടന്റെ ആധിപത്യം നിന്നെ വിട്ടുപോകും. അപ്പനും അമ്മയും നിന്നെ ഉപേക്ഷിച്ചാലും കർത്താവ് നിന്നെ കൈക്കൊള്ളും. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. എന്തിനാണ് നീ നെടുവേർപ്പെടുന്നത്? കർത്താവിൽ പ്രത്യാശ അർപ്പിച്ച് പ്രാർത്ഥിക്കുക, ദൈവം നിന്നെ സഹായിക്കും. സ്നേഹമുള്ളവരെ, നമ്മളെ മാനിച്ചുയർത്തുന്ന നമ്മുടെ കർത്താവ് നമ്മുടെ കൂടത്തുണ്ട്. നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ച് നമുക്ക് പ്രാർത്ഥന തുടരാം. യേശുവിന്റെ നാമം, നമ്മുടെ പ്രാണന് രക്ഷയായ നാമത്തെ നമുക്ക് വിളിക്കാം. ഹല്ലേലൂയ, ഗ്ലോറി. ആമേൻ. യേശുവിന്റെ നാമം, യേശുവിൻ നാമം എൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമം എൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. ഹല്ലേലൂയ. ആബേലിന്റെ രക്തത്തേക്കാൾ ശ്രേഷ്ഠമായ വാഗ്ദാനം ചെയ്യുന്ന യേശുവിന്റെ രക്തത്തിലേക്ക് നമ്മെ കർത്താവ് നയിക്കുകയാണ്. നമ്മുടെ പാപങ്ങൾ പോക്കുന്ന, നമ്മുടെ രോഗങ്ങൾ അകറ്റുന്ന, ദുഷ്ടന്റെ ആധിപത്യങ്ങളിൽ നിന്നും നമ്മളെ നീക്കുന്ന കർത്താവിന് ആമേൻ. രോഗഭയം, മരണഭയം യേശുവിൻ നാമത്തിൽ നീങ്ങിടട്ടെ. ഹല്ലേലൂയ. യേശുവിൻ നാമം എൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമം എൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. നമുക്കൊരു ദൈവമുള്ളതാണ്. ദൈവത്തിന്റെ അടുത്തേക്ക് നമുക്ക് പോകാം. ദുർബല കരങ്ങളെ ശക്തിപ്പെടുത്തുകയും ബലഹീനമായ കാൽമുട്ടുകളെ ഉറപ്പിക്കുകയും ചെയ്തുകൊണ്ട് കർത്താവിന്റെ അടുത്തേക്ക് ഭയപ്പെടാതെ പോയി കർത്താവിന്റെ സന്നിധിയിൽ പുതിയ ഉടമ്പടി മധ്യസ്ഥനായ യേശുവിന്റെ നാമത്തെ ഉയർത്തി ചേർന്നു. ഹല്ലേലൂയ. ഓ ഗ്ലോറി. ഹല്ലേലൂയ. കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമം എൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര.
നമ്മുടെ സർവശക്തനായ കർത്താവിൻ്റെ പ്രകാശത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. നമ്മൾ പ്രകാശത്തിൽ സഞ്ചരിക്കുവാൻ തക്കവിധം കർത്താവിൻ്റെ കൂട്ടായ്മയിൽ ചേർന്നുകൊണ്ട് കർത്താവിനോട് ചേർന്ന് പറയാം, കർത്താവേ സ്വർഗീയ സേന. സർവാധികാരിയും കരുതലും ഹല്ലേലൂയ. സ്വർഗീയ സേനയിൻ കാവലുണ്ട്, സർവാധികാരിയിൻ കരുതലുണ്ട്. യേശുവിൻ നാമം എൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമം എൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. വാഴ്ത്തുക യേശുവിൻ നാമത്തെ നാം, മറക്കുക വ്യാധിയിൻ പേരുകളെ. വാഴ്ത്തുക യേശുവിൻ നാമത്തെ നാം, മറക്കുക വ്യാധിയിൻ പേരുകളെ. ആമേൻ. യേശുവിൻ നാമം എൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമം എൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. ഇന്നേ ദിവസം ശക്തനായ ദൈവത്തിന്റെ സംരക്ഷണവും അഭിഷേകവും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സകല വ്യക്തികൾക്കും ഉണ്ടാകട്ടെ എന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.